ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് പ്രതിനിധി ടെലിഫോൺ ലൈനിൽ. ശ്രീ ചാമക്കാല, ഇപ്പോൾ സജി ചെറിയാന് തിരിച്ചടിയായിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിലെ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണം അത് ഫെയർ അല്ല എന്ന് കോടതി പറയുന്നു. ആ റിപ്പോർട്ടിനെ തന്നെ തള്ളുകയാണ്. അപ്പോൾ ഒരു പുതിയ അന്വേഷണമാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് മന്ത്രി സജി ചെറിയാനുള്ള തിരിച്ചടിയാണോ അതോ സർക്കാരിനാകെയുള്ള തിരിച്ചടിയാണോ? ഇത് സർക്കാരിനും വ്യക്തിപരമായി മന്ത്രി സജി ചെറിയാനുള്ള തിരിച്ചടിയാണ്. ഇവിടെ മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ കുന്തമൊന്നും കുടച്ചക്രമൊന്നും വിശേഷിപ്പിക്കുകയും എന്നാൽ പിന്നീട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രി പ്രതികൂലമായ റിപ്പോർട്ട് എഴുതി വാങ്ങി അത് കോടതിയിൽ കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടു. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഇടപെട്ട് ആ റിപ്പോർട്ടും കോടതി വിധിയും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മന്ത്രിക്ക് പിന്നീട് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഹൈക്കോടതി തന്നെ ക്യാൻസലാക്കിയ സ്ഥിതിക്ക് ആ റിപ്പോർട്ടിന്റെ ബേസിസിൽ മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വന്ന സജി ഒരു നിമിഷം പോലും തുടർന്ന് ആ സ്ഥാനത്ത് തുടരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനോട് അത്തരത്തിലുള്ള തീരുമാനമാണ് സജി ചെറിയാന്റെ ഭാഗത്തുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തെ ധൃതി പിടിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയും കൂട്ടരുമാണ്, സർക്കാരാണ്, ഇടതുപക്ഷമാണ്. അപ്പോൾ അവർ കൂടി ഏറ്റ ഒരു ആഘാതം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഏത് സാഹചര്യത്തിലാണോ മന്ത്രി രാജിവെച്ചത് ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഹൈക്കോടതിയുടെ ഈ വിധിയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാതെ അവിടെ നിന്നും മാറുകയാണ് വേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല പ്രതികരിച്ചതിന്. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. മന്ത്രി സജി ചെറിയാനപ്പുറം മുഖ്യമന്ത്രിക്കേറ്റ തിരിച്ചടി എന്നാണ് നേരത്തെ വി ഡി സതീശൻ പ്രതികരിച്ചത്.